അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വായിച്ചത് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത അതേ മെസ്സേജിൻ്റെ ഒരു തുടർച്ച എന്നവണ്ണം എന്നോട് ദൈവമാവ് ശക്തമായിട്ട് ഇടപെട്ട, ഞാൻ നോർമലി അങ്ങനെ എടുക്കുന്നതല്ല, പക്ഷേ ദൈവമാവ് ശക്തമായിട്ട് ഇടപെട്ട ഒരു ദൂതാകിയാൽ അതിൻ്റെ എനിക്ക് മുഴുവൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച് തീർക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു തുടർച്ച എന്നവണ്ണം ഒരു മെസ്സേജാണ് ഞാൻ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. ശമരിയ എങ്ങനെ ഫോമായി, അല്ലെങ്കിൽ ശമരിയയിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. അപ്പം ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ട് പാർപ്പിക്കുന്ന ഒരു ഘട്ടങ്ങളിലേക്ക് വന്ന്, അങ്ങനെയാണ് ഈ ശമരിയ ജാതികളുടെ പട്ടണം എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഇസ്രായേലിന് വെളിയിലുള്ള ഒരു പട്ടണമല്ലായിരുന്നു, ഇസ്രായേലിന്റെ തലസ്ഥാനമായിരിക്കുന്ന ഒരു പട്ടണമായിരുന്നു ശമരിയ എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പം ശമരിയയിൽ കൊണ്ട് പാർപ്പിച്ചതിനും ശമരിയ ഒരു തലസ്ഥാനമായിട്ട് ആ പട്ടണത്തെ കർത്താവ് വെക്കുവാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് തൊട്ടുവിടുവാനിടയായി തീർന്നു. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഏലിയാവ് ഒത്തിരി വിതയ്ക്കുവാനിടയായി തീർന്നു, അല്ലേ? ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാരെ അവൻ വെട്ടി ആ മണ്ണിനെ ദൈവത്തിന് അനുകൂലമായിട്ട് നിർത്തി യഥാർത്ഥ സുവിശേഷത്തെ, അല്ലെങ്കിൽ തെറ്റിപ്പോയ ഒരു ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്ന ഒരു വർക്ക് ചെയ്തിട്ട് പ്രവാചകൻ ദുഃഖിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ഉണർവ് നടക്കുന്നില്ലല്ലോ. ഇപ്പം അവൻ ഏറ്റവും ഡിപ്രഷനിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അവൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അവൻ വിതച്ചതുപോലൊരു റിസൾട്ടിനെ അവന് കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ ഇസ്രായേലിന്റെ അരാം രാജാവായിട്ട് ഹസായേലിനെയും യഹൂദ രാജാവായിട്ട് യേഹൂവിനെയും അഭിഷേകം ചെയ്യണം. എന്നിട്ട് പറയുകയാണ്, നീ നിനക്ക് പകരം അടുത്ത പ്രവാചകനായിട്ട് നീ ഏലിശായെ അഭിഷേകം ചെയ്യണമെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഹസായേലിന്റെ വാളിന് തെറ്റി ഒഴിയുന്നവനെ യേഹു കൊല്ലുവാനിടയായി തീരും, യേഹുവിന്റെ വാളിന് തെറ്റി ഒഴിയുന്നവനെ പ്രവാചകനായ ഏലിശ കൊല്ലുവാനിടയായി തീരും. എന്നിട്ട് പറയുകയാണ്, അവന്റെ സമയത്ത് ഒരു കൊയ്ത്ത് നടക്കുവാനിടയായി തീരും. പിന്നെ നമുക്ക് പഠിക്കുമ്പോൾ അറിയാം, എവിടെയെല്ലാം ഏലിശ നിന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഭയങ്കര കൊയ്ത്തിന്റെ സീസണായിരുന്നു. കാരണം രാജാക്കന്മാർ അവരോട് ആലോചന ചോദിച്ചിട്ട് കാര്യങ്ങൾ ആ രാജ്യത്തിൽ ചെയ്യത്തുള്ളായിരുന്നു. അപ്രകാരം ഒരു കൊയ്ത്തിനെ അവൻ അവിടെ ചെയ്തെടുക്കുവാനിടയായി തീർന്നു. ഏലിയാവ് എന്തെല്ലാം ആ രാജ്യത്ത് വിതച്ചോ അതിനെയെല്ലാം ഈ ഏലിശയുടെ കാലഘട്ടം വന്നപ്പോൾ ഇവൻ കൊയ്തെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇത് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുക, ഏലിയാവിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഏലിയാവ് ഈ കൊയ്ത്ത് കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകാം, ഏലിശയുടെ കാലഘട്ടം വന്നപ്പോഴും ഏലിശയെ അറിയപ്പെടുന്നതിലുപരിയായി ഏലിയാവ് പകർന്ന ഒരു മാന്റിലിനെ ഭയങ്കരമായിട്ട് പ്രകടമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എവിടെല്ലാം ഒരു മാന്റിലിന്റെ കൈമാറ്റം നടന്നിട്ടുണ്ടോ, ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വിതയ്ക്കുന്ന ഒരുത്തൻ വിതച്ചിട്ട് മാന്റിലിനെ കൈമാറിയിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, അടുത്ത തലമുറയും കൊണ്ട് കൊയ്യിപ്പിക്കുവാനിടയായി തീരും. പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചോ? എവിടെല്ലാം ഒരു കൊയ്ത്ത് നടന്നിട്ടുണ്ടോ അവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വിതയ്ക്കുന്നവൻ വിതച്ചിട്ടൊരു മാന്റിലിനെ കൈമാറുവാനിടയായി തീരും, അല്ലെങ്കിൽ അടുത്ത തലമുറ അതിനെ കൊയ്തെടുക്കുവാനിടയായി തീരും. ഇതായിരുന്നു പഴയ നിയമത്തിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരുത്തന്റെ കാലത്ത് അവൻ കൊയ്യും, ഒരുത്തന്റെ കാലത്ത് അവൻ വിതയ്ക്കും, അടുത്ത തലമുറ അതിനെ കൊയ്തെടുക്കുവാനിടയായി തീരും. എന്റെ വിഷയം അവിടെ അല്ല, ഞാൻ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ യേശു പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാ, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. എന്ന് പറയുകയാണ്, ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, അവസാനത്തെ വാക്യത്തോടൊക്കെ ഒന്ന് ചേർന്ന് വായിക്കുമോ? ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവീൻ എന്ന് പറഞ്ഞു. ഇപ്പം യേശു നോക്കിയപ്പോൾ യേശു സുവിശേഷം വിതയ്ക്കുന്ന ഓരോ മേഖലകളിലും അനേകയിടങ്ങളിലേക്ക് ഇത് ചെന്ന് വീഴുന്നുണ്ട്. അനേകരുടെ ഹൃദയങ്ങൾ തുറക്കുന്നുണ്ട്, അനേകര് യേശുവിലേക്ക് തിരിയുന്നുണ്ട്. പക്ഷെങ്കിൽ യേശു ഇപ്പൊ നോക്കിയപ്പോൾ ഇങ്ങനെ വരുന്ന കൂട്ടത്തിന് ഒരു ഇടയനില്ല.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാൻ ഈ ബോംബെയിൽ ഇറങ്ങി പലരോട് ഇങ്ങനെ സുവിശേഷം പറഞ്ഞു വിചാരിച്ചോ, പലരും സുവിശേഷം കേൾക്കാൻ മനസ്സ് വെക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോകുവാൻ ഒരാളില്ല, അല്ലെങ്കിൽ ഒരു സഭയില്ല. മനസ്സിലായോ? ഇങ്ങനൊരു കാലഘട്ടത്തെ നോക്കിയിട്ട് യേശു പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, എങ്കിലോ വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് നമ്മൾ ലാസ്റ്റ് വായിച്ചത്. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിനെ യാചിക്കുവീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കൊയ്ത്തിന്റെ യജമാനൻ കൊയ്ത്തിനുള്ള വേലക്കാരെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അയക്കുന്ന സീസൺ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു വലിയ കൊയ്ത്തിന്റെ സീസൺ മാത്രമല്ല, കൊയ്യുവാനുള്ള വേലക്കാരെ അയക്കുന്ന ഒരു സീസൺ ആയിരിക്കും. വിശ്വസിക്കുന്ന എത്ര പേർ? ഹല്ലേലൂയ. എന്നോട് കൂടെ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ട് വിട്ടതാണ്. യേശു തന്റെ 12 ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് അവരുടെ മേൽ കൈവച്ച് അവരെ അയക്കുകയാണ്. അയക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞ ഇങ്ങനെയാണ്, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ പോയിട്ട് എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം, വലിയ വീര്യപ്രവൃത്തികളെ ഒക്കെ ചെയ്യണം. പക്ഷെ യേശു പറയുന്ന അടുത്തൊരു കാര്യം ഇപ്രകാരമാ, നിങ്ങൾ പോകുമ്പോൾ സാത്താന്റെ പട്ടണത്തിൽ നിങ്ങൾ പ്രവേശിക്കരുത്, അന്യജാതിക്കാരുടെ അടുക്കൽ നിങ്ങൾ പോവരുത്. യേശു പറഞ്ഞതാ. ഞാൻ പറയുന്നത് 10-ാം അധ്യായത്തെ കുറിച്ചാണ്. എന്നിട്ട് അടുത്ത യേശു പറയാ, ശമരിയ പട്ടണത്തിൽ നിങ്ങൾ പ്രവേശിക്കരുത്. പക്ഷെ വളരെ വ്യക്തമായിട്ട് പറയുക, അന്യജാതിക്കാരുടെ അടുത്ത് നിങ്ങൾ പോവരുത്, ശമരിയ പട്ടണത്തിൽ നിങ്ങൾ പ്രവേശിക്കരുത്. സാത്താന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് റോളില്ല, നിങ്ങൾ അവിടെ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് യേശു ഒരു തലമുറയെ ഹല്ലേലൂയ കൈവച്ച് അയക്കുന്നത്. കാരണം യേശുവിനൊരു കാര്യം അറിയായിരുന്നു, കൊയ്ത്തിന്റെ യജമാനൻ വരാതെ കൊയ്ത്ത് നടക്കുകയില്ല. പറഞ്ഞേ, കൊയ്ത്തിന്റെ യജമാനൻ വരാതെ കൊയ്ത്ത് നടക്കുകയില്ല. ഇവിടെയുള്ളൂ. ഒരിക്കലും യേശുവിന് ഇങ്ങനെ എഴുതിയിരിക്കുന്ന, യേശുവിന് അസെൻഷനുള്ള ആരോഹണത്തിനുള്ള കാലം, യേശുവിന് ആരോഹണത്തിനുള്ള കാലം വന്നപ്പോൾ യേശു പെട്ടെന്ന് പറയുകയാണ്, എനിക്ക് ആരോഹണത്തിനുള്ള സമയമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ യെരുശലേമിലേക്ക് പോകുക. യേശു നമ്മൾ കണ്ട പോലെ 1-2 പ്രാവശ്യമല്ല അസെൻഷൻ നടത്തിയത്, അവൻ പല പ്രാവശ്യം അസെൻഷൻ നടത്തിയിരുന്നു. അപ്പം അതിനകത്ത് പറയുകയാണ്, അവൻ അസെൻഷനുള്ള കാലം അടുത്തപ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ യെരുശലേമിലേക്ക് പോകുകയെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? മുംബൈ പോയി അവന് ഇതിനുള്ള സ്ഥലം ഒരുക്കേണ്ടതിന് വേണ്ടി ഇവർ നേരെ ചെന്ന് ഒരു ഇസ്രായേലിലെ അല്ലെങ്കിൽ ശമരിയയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു ചെറിയ സ്ഥലം കണ്ടെത്തി, ഒരു ഗ്രാമം കണ്ടെത്തിയിട്ട് അവിടെ യേശുവിന് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോയി. എന്നാൽ ഈ ഗ്രാമവാസികൾ, ഈ ശമരിയക്കാർ ഇത് കണ്ടപ്പോൾ ഇവർ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാമോ? ഇവർക്ക് മനസ്സിലായി, ഇവൻ ഈ ശമരിയിലേക്ക് വരികയല്ല ഇവന്റെ ഉദ്ദേശം. യേശു ശമരിയ വഴിയായി പാസ് ചെയ്ത് ഇസ്രായേലിലേക്കാണ്, യെരുശലേമിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞ ജനം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവനെ അവിടെ കാലുകുത്താൻ സമ്മതിച്ചില്ല. ആ ഗ്രാമക്കാർ യേശുവിനെ ആ പട്ടണത്തിലേക്ക് കയറുവാൻ അനുവദിച്ചില്ല. യേശു ഒന്നും മിണ്ടിയില്ല. യേശു ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്ന് മാറിപ്പോകുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് ശിഷ്യന്മാർ യേശുവോട് ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ, ഏലിയാവിന്റെ കാലത്ത് ഈ തീ ഇറക്കി ജനത്തെ നശിപ്പിച്ചതുപോലെ ഞങ്ങളും ഇവരെ നശിപ്പിക്കേണ്ടതിന് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് യേശു തിരിച്ചു പ്രതികരിക്കുന്ന കാര്യമില്ല, നിങ്ങൾ ഏത് ആത്മാവ് കൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്? നിങ്ങൾ ഏത് ആത്മാവ് കൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്? അപ്പോഴും ശമരിയെ വിടുവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് യേശു മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ശമരിയെ സുവിശേഷീകരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് യേശു ഒന്നും തന്നെ മിണ്ടുന്നില്ല. അടുത്ത ലൂക്കോസ് 10:2 നമുക്കറിയാം, 70 പേരെ യേശു അയക്കുന്നുണ്ട്. അന്നേരം യേശു അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാർ. അതെനിക്കൊന്ന് വായിച്ച് സഹായിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. വേലക്കാരോ ചുരുക്കം, ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കും. 12 പേരെ അയച്ചപ്പോൾ യേശു പറഞ്ഞ ഇതേ കാര്യം 70 പേരെ അവൻ തലയിൽ കൈവച്ച് അയക്കുമ്പോഴും യേശു പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, എങ്കിലും വേലക്കാരോ ചുരുക്കം എന്ന് പറയുവാനിടയായി തീർന്നു. അതിനുശേഷമാണ് നല്ല ശമരിയക്കാരന്റെ ഒരു ഉദാഹരണം യേശു പറയുന്നത്. ഒരുത്തൻ പറഞ്ഞു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറയുക, ഒരുത്തൻ മുറിവേറ്റ് കിടക്കുന്നു, മുറിവേറ്റവനെ കണ്ടൊരു പുരോഹിതൻ വഴി മാറിപ്പോയി, മറ്റു പലരും വഴി മാറിപ്പോയപ്പോൾ ഒരു ശമരിയക്കാരൻ അവനെ വിടുവിക്കുവാനിടയായി തീർന്നു. ആർ നിനക്ക് കൂട്ടുകാരനായിരിക്കും, നല്ല ശമരിയക്കാരൻ നിനക്ക് കൂട്ടുകാരനായിരിക്കുമെന്ന് അവൻ പറയുവാനിടയായി തീർന്നു. നീയും അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് യേശുവരെ പറഞ്ഞയക്കുവാനിടയായി തീർന്നു. എങ്ങനെ പറഞ്ഞു പറയുവാണ്. അതിനുശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം,
അതിന്റെ 21 23 ഒന്ന് വായിക്കോ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 20. അവളോട് പറഞ്ഞത്, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്ക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളും അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത് ഇവർക്ക് ആരാധിക്കാൻ പോകുന്ന സ്ഥലമായിരുന്നു പ്രശ്നം. എന്നാൽ ഇപ്പൊ ശമര്യക്കാരി സ്ത്രീയുടെ അടുക്ക് വന്നിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല, നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സമയത്തിലേക്ക് കടന്നു വരാൻ പോകുകയാണ്. ശമര്യക്കാരി സ്ത്രീയുടെ അടുത്ത് യേശു പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ടൈമിലേക്കാണ് ഈ ടൈം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സെയിം അധ്യായം തന്നെ 34 മുതൽ ഒന്ന് വായിക്കുമോ? യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. വായിച്ചു. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലമുക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശു ശമരിയയിൽ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു ശമരിയ സ്ത്രീയെ യേശു തൊട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഈ സുവിശേഷവുമായിട്ട് ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുവാനിടയായി തീർന്നു. തുടർന്ന് നമുക്ക് വായിക്കും പറയാം, പട്ടണക്കാർ മുഴുവൻ വന്നിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇനി നീ പറഞ്ഞിട്ട് ഞങ്ങൾക്കറിയണ്ട, ജീവന്റെ അപ്പമാണ് ഇവരെന്നും ജീവജല നദി ഇവനിൽ നിന്ന് ഒഴുകുന്നെന്നും ഞങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്നു എന്ന് ശമരിയ സ്ഥലത്ത് അല്ലെങ്കിൽ ശമരിയ പട്ടണത്തിൽ യേശു പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും യേശു പറയുകയാണ്, നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ടാണ് ഇനി കൊയ്ത്ത് വരുന്നത്, എന്നാൽ ഇപ്പോൾ തന്നെ നിലം കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഈ വാക്കിന് രാമയും പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും യേശു പറയുന്നത് അല്ലല്ല, ഈ കൊയ്ത്തിന്റെ നായകൻ റെഡിയായി നിൽക്കുക. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, കൊയ്ത്തിന്റെ യജമാനൻ റെഡിയായി നിൽക്കുകയാണ്. ഹല്ലേലൂയ, കൊയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുക. അപ്പോഴും യേശു കൊയ്യാൻ പറഞ്ഞില്ല. ഇത്രയും വലിയ റിവൈവൽ നടന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും അവിടെ ഒരു സഭ ഇട്ടേരും. പക്ഷേ യേശു ചെയ്ത് എന്താണെന്നറിയാമോ? യേശു അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകുവാനിടയായി തീർന്നു. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം അതൊന്ന് വായിച്ചു തരുമോ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? യേശു ഒത്തിരി ആ മണ്ണിൽ വിതയ്ക്കുവാനിടയായി തീർന്നു. യേശു വിതച്ചതെല്ലാം അതേ നിറവിൽ നിന്നുകൊണ്ടാ. ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ ഈ കൊയ്ത്തിന്റെ യജമാനൻ എനിക്ക് വായിച്ചപ്പോൾ കിട്ടിയൊരു വെളിപ്പാടിങ്ങനാണ്, യഥാർത്ഥ കൊയ്ത്തിന്റെ യജമാനൻ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാ. പ്രൈസ് ദി ലോർഡ്. അവൻ അതേ നിറവിൽ നിന്നുകൊണ്ട് ഒരു മണ്ണിൽ വിതയ്ക്കുവാനിടയായിത്തീരുന്നു. അവൻ അതേ നിറവിൽ നിന്നുകൊണ്ട് ഒരു തലമുറയെ സുവിശേഷവുമായിട്ടല്ല വിതയ്ക്കുവാൻ വേണ്ടിയുള്ള വിത്തുമായിട്ട് പല ഇടങ്ങളിലേക്ക് പറഞ്ഞു വിടുവാനിടയായിത്തീർന്നു. എന്നാൽ തൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം, തൻ്റെ വിതയുടെ പൂർത്തീകരണത്തിന് ശേഷം മണ്ണിൽ എങ്ങനെയെല്ലാം ഒരുക്കാമോ അങ്ങനെയെല്ലാം തൻ്റെ ശരീരമാകുന്ന ഹല്ലേലൂയ സ്തോത്ര തൻ്റെ ശരീരത്തെ കീറി മുറിച്ച് ഒരു സഭയ്ക്ക് ഒരു വലിയ വിധ നടത്തിയതിനു ശേഷം യേശു പിന്നെയും ഒരു തലമുറയെ നോക്കിയിട്ട് 12 പേരെ വിളിച്ചിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ഇപ്പോൾ കൊയ്ത്തിന് സമയമെടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ യഹൂദയിൽ മാത്രം വിതച്ചാൽ പോരാ, ഇനി നിങ്ങൾ യെരുശലേമിൽ മാത്രം വിതച്ചാൽ പോരാ. ഞാൻ ഒരു കാലഘട്ടത്തെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞില്ലേ, കൊയ്ത്തിന് വേണ്ടി ഇതാ ഭൂമി വിളഞ്ഞു കിടക്കുന്നുവെന്ന്. അവിടെ തന്നെ കയറി നിന്നിട്ട് യേശു പറയുകയാണ്, ഇനി നിങ്ങൾ പുറപ്പെട്ട് പറഞ്ഞേ യഹൂദയിലും യെരുശലേമിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. നിങ്ങൾക്ക് കേൾക്കണമോ? പിന്നാണ് യഥാർത്ഥ കൊയ്ത്ത് വെളിപ്പെടുവാനിടയായി തീർന്നത്. ഞാൻ നിങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു പറയാം, ഒരുവൻ വിതച്ചു, മറ്റൊരുത്തൻ കൊയ്തു എന്നുള്ള വചന നിവൃത്തി വന്നുവെന്ന് യേശു ശമരിയ പട്ടണത്തിൽ കാലുകുത്തി പറഞ്ഞ അതേ വചനത്തിന് അപ്പോസ്തല പ്രവൃത്തികളിൽ നിവൃത്തി വരുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്ന് വിതയ്ക്കുന്നതിലുപരിയായി കൊയ്ത്തിനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നെ കേൾക്കുന്ന ദൈവസഭയോട് ഇങ്ങനെ വിളിച്ചു പറയാ, ഒരുത്തൻ എനിക്ക് വേണ്ടി പട്ടണങ്ങളിൽ വിതച്ചിടുവാനിടയായി തീർന്നു. ഒരുത്തൻ കാൽവറിയിൽ നിന്നുകൊണ്ട് ഈ ലോകം മുഴുവൻ വിതയ്ക്കുവാനിടയായി തീർന്നു. നിനക്ക് ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, കൊയ്ത്തിന്റെ നാഥനോട്, കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിനുള്ള വേലക്കാരെ അയക്കേണ്ടതിന് വേണ്ടി യാചിക്കുവീൻ.
ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു കൊയ്ത്തിനെ നീ ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു കൊയ്ത്ത് നിനക്ക് ഉണ്ടാവുകയില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, പരിശുദ്ധാത്മാവ് വേലക്കാരെ ഇറക്കാതെ ഒരു പട്ടണത്തിൽ നിനക്ക് ഒരു കൊയ്ത്തിനെ നേടുവാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് ചലിക്കാതെ ഒരു പട്ടണത്തിൽ ഒരു കൊയ്ത്ത് സംഭവിക്കുകയില്ല. ഏതെങ്കിലും പട്ടണത്തിൽ ഒരു നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് കൊയ്ത്തിന്റെ യജമാനനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഏലിയാവിന്റെ സമയത്ത് നിന്ന് ഒരു മാൻറ്റിലുമായി എലീശയെ എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. ഇതേപോലെ തന്നെ യേശു താഴ്ന്ന ഭൂമിയിലേക്ക് വന്നിട്ട് അവൻ പരിശുദ്ധാത്മാവിനെ തരടമേൽ പകരുവാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അവന്റെ മാൻറ്റില്ല. പറഞ്ഞേ, ഞാൻ യേശുവിന്റെ മാൻറ്റില്ല നിൽക്കുന്നതെന്ന് എത്ര പേർക്ക് പറയുവാൻ പറ്റും? നീ നിൽക്കുന്നത് നിന്റെ കൃപ കൊണ്ടല്ല, നീ നിൽക്കുന്നത് നിന്റെ കാലിലല്ല കേട്ടോ, നീ നിൽക്കുന്നത് അവന്റെ മാൻറ്റില്ല. അത് വെളിപ്പാടിൽ മനസ്സിലാക്കിയ പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ, അവന്റെ പ്രകാശമാ എന്റെ മുഖത്തു നിന്ന് പ്രതിബിംബിക്കുന്നത്. എന്നെ കാണുന്നവർ എന്നെയല്ല കാണുന്നത്, ഞാൻ നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് കാണുന്നത്. ഞാൻ അവനിൽ മറയപ്പെട്ടിരിക്കുന്നു. എനിക്കത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ, ഹല്ലേലൂയ, നീ യേശുവിനെ പ്രസംഗിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രകടിപ്പിക്കുക. നീ യേശുവിനെ പ്രസംഗിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രകടിപ്പിക്കുക. ഈ കൊയ്ത്തിന്റെ സീസണിലേക്ക് വന്നപ്പോഴുണ്ടല്ലോ മോനെ, എവിടെയെല്ലാം ഉണർവ് നടന്നോ അവിടെയെല്ലാം നിങ്ങൾക്ക് ശമരിയുടെ പേര് കേൾക്കാം. ഈ കൊയ്ത്തിന്റെ സീസണിന്റെ അടുത്തൊരു പ്രത്യേകത പറയാ, ചിന്നി ചിതറിപ്പോയാലും കൊയ്യുന്നവരെ അടിച്ചോടിച്ചാലും അവർ ചെന്ന് നിൽക്കുന്നിടത്തെല്ലാം കൊയ്ത്ത് നടക്കും. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഈ ഭയപ്പെടുത്തി ഒരു ജനത്തെ ഇരുന്നാൽ അവരിയ്ക്കുന്ന റൂം അവർ റിവൈവൽ ഉണ്ടാക്കും. ഒരു കാരാഗൃഹത്തിൽ അവരെ അടച്ചാൽ അവിടെ അവർ റിവൈവൽ ഉണ്ടാകും. ഈ മാൻഡിലിന്റെ പ്രത്യേകതയാ, ഈ വിതച്ചവന്റെ മാൻഡിലിന്റെ പ്രത്യേകതയാ. ഇത് വ്യാപരിക്കുന്നവൻ എവിടെ നിന്നാലും അവിടെ റിവൈവലാ. അവരൊരു വീട്ടിൽ കാലുകുത്തിയ അവിടെ ഉണർവ് നടക്കും. എനിക്കറിയത്തില്ല, അവരൊരു പട്ടണത്തിൽ കാലുകുത്തിയ അവിടെ ഉണർവ് നടക്കും. അവനൊരു റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്തിയ അവിടെ റിവൈവൽ നടക്കും. അവനൊരു എയർപോർട്ടിൽ കാലുകുത്തിയ അവിടെ റിവൈവൽ നടക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു പട്ടണത്തിൽ ചുമ്മാ കയറി ഇറങ്ങിയാലും അവിടെ റിവൈവൽ നടക്കും. കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിന്റെ വേലക്കാരെ അയക്കേണ്ടതിന് വേണ്ടി ഈ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചാട്ട്. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ചിലരെ കൈവച്ച് ഈ ദിവസങ്ങളിൽ വേർതിരിക്കുന്ന ദിവസങ്ങളായി മാറാൻ പോകുകയാ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസിനെ നമുക്ക് കാണാം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിലേക്ക് കാലുകുത്തുവാനിടയായി തീർന്നു. നമുക്ക് അറിയാമല്ലോ, ശമരിയ മുഴുവൻ അവൻ കൊയ്തെടുക്കുവാനിടയായി തീർന്നു. അവിടെ അവൻ സഭയെ സ്ഥാപിക്കുവാനിടയായി തീർന്നു. ഇപ്പം യെരുശലേമിൽ നിന്ന് പത്രോസ് യോഹന്നാനും കടന്നു വരികയാ. എന്തിനാണെന്നറിയാമോ? ശമരിയിൽ ജനത്തെ കൈവെക്കേണ്ടതിന് വേണ്ടി. എന്തിന്? പരിശുദ്ധാത്മാവിനെ പകരേണ്ടതിന് വേണ്ടി. തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ കാണാം, ശമരിയിൽ നിന്ന് ജനം പുറത്തേക്ക് പുറപ്പെടുവാനിടയായി തീർന്നു. അതെ, ഈ പരിശുദ്ധാത്മാവിന്റെ പകർച്ച പട്ടണങ്ങളെ നിനക്ക് പിടിക്കാൻ വേണ്ടിയാ കേട്ടോ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നെ വഴക്ക് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഞാൻ ഇത് നിങ്ങളെ വഴക്ക് പറയുകയല്ല, ഞാൻ നിങ്ങളുടെ മേൽ പകരുക. നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ മാത്രമല്ല, നിനക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ മേൽ പകർന്നത് അനേകരെ കൊയ്തെടുക്കേണ്ടതിന് വേണ്ടി, പട്ടണങ്ങളെ കൊയ്തെടുക്കേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ നിനക്ക് ലീഡറാകുവാൻ വേണ്ടി മാത്രമല്ല, ദേശങ്ങളെ കൊയ്തെടുക്കേണ്ടതിന് വേണ്ടി അവൻ നിന്റെ മേലൊരു പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുകയാ. നീ നിൽക്കുന്നത് ഒരു ജയിച്ച മാൻഡില്ല കേട്ടോ. നീ നിൽക്കുന്നത് ശത്രുവിന്റെ ആയുധം താഴെ വെപ്പിച്ച ഒരു മാൻഡില്ല കേട്ടോ. നീ നിൽക്കുന്നത് ഹല്ലേലൂയ സകലത്തെ ജയിച്ച് ഉന്നതകളിൽ വാഴുന്ന ഒരുത്തന്റെ മാൻഡില്ല കേട്ടോ. ആ പുതപ്പ് നിനക്കുള്ളിടത്തോളം കാലം നിന്റെ കൊയ്ത്ത് വളരെ സിമ്പിൾ ആയിരിക്കും. എനിക്കറിയത്തില്ല, കൊയ്യാൻ വേണ്ടി ദൈവം ഒരു ജനറേഷനെ സജ്ജരാക്കിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ വായിക്കുക, സഭയ്ക്ക് വർദ്ധനവും സഭയ്ക്ക് പെരുപ്പവും സംഭവിക്കുവാനിടയായി തീർന്നു. പട്ടണത്തിന്റെ പേര് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ശമരിയിലുള്ള സഭയ്ക്ക് വർദ്ധനവ് സംഭവിച്ചു, ശമരിയിലുള്ള സഭയ്ക്ക് പെരുപ്പ് സംഭവിച്ചു, സഭയ്ക്ക് സമാധാനമുണ്ട്. ഒന്ന് വായിക്കാമോ? 9:31. ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചു. കർത്താവിനുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ
പ്രബോധനയിലും നടന്നു പെരുകിക്കൊണ്ടിരുന്നു. നോക്കിക്കേ, അവിടെ പദങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. എന്താ പറഞ്ഞ, ജാതികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ശമര്യയിൽ, അന്യദേവന്മാരെയും കൊണ്ട് തിങ്ങി നിറഞ്ഞ അതേ ശമര്യയിൽ, മോലേക്കിന് കുരുതി കൊടുക്കുകയും ബാലിന് സന്തതികളെ കൊടുക്കുകയും ചെയ്യുന്ന അതേ ശമര്യയിൽ ഇപ്പോൾ വായിക്കുകയാണ്, സഭയ്ക്ക് പെരുപ്പ് സംഭവിച്ചു. പറഞ്ഞേ, സഭയ്ക്ക് വർധനവ് സംഭവിച്ചു, സഭയ്ക്ക് സമാധാനമുണ്ടായി. ആരെ ഇതെല്ലാം നിന്ന് ചെയ്തതെന്നറിയാമോ? പരിശുദ്ധാത്മാവിനാൽ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുക, ഈ വാക്കുകൾ അതുപോലെ ചിലരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുകയാ, ചിലരുടെ പട്ടണങ്ങളിൽ സംഭവിക്കാൻ പോകുകയാ. വലിയൊരു കൊയ്ത്തിന് വേണ്ടി നിലം ഒരുങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. കൊയ്യുവാൻ നീ റെഡിയാണോ? പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പകർച്ച ചിലരുടെ മേൽ സംഭവിക്കുവാനിടയായി തീരട്ടെ. ഈ കൊയ്ത്തിന്റെ നായകന്റെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഈ കൊയ്ത്തിന്റെ ഉടയവന് ഒരു പ്രശ്നമുണ്ട്. ഇദ്ദേഹത്തിന് ഉത്സാഹമുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഒത്തിരി വാക്യം ഞാൻ റെഫറൻസിന് ഒരു പേജ് മൊത്തം എഴുതി വെച്ചേക്കുക. കൊയ്ത്തിന് നായകന് ഒരു പ്രത്യേകതയുണ്ട്. ആർക്ക് ഉത്സാഹമുണ്ടോ അവനെ വേർതിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പരിപാടിയാണ്. ഈ കൊയ്ത്തിന്റെ നായകന്റെ ഒരു പരിപാടിയാണ്. അവനെ കർത്താവ് ഇങ്ങനെ എന്താ പറഞ്ഞ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവനെ ഭയങ്കരമായിട്ട് കർത്താവ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 13-1 മുതൽ 3 വരെ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നീ പേരുള്ള ഷീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദോടുകൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേശകന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവരെ എനിക്ക് വേർതിരിക്കുവീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. കേട്ടോ, പരിശുദ്ധാത്മാവ് പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ എനിക്ക് വേണ്ടി വേർതിരിക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പൗലോസ് ഇറങ്ങുന്നത് തന്നെ ഒരു വിദ്വാനെ വെട്ടിക്കൊണ്ടാ. താഴോട്ട് വായിച്ചു നോക്കിയാൽ മതി. ഇറങ്ങിയിട്ട് അവൻ ഫസ്റ്റ് ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞത് വ്യാജം കാണിക്കുന്നവരെ വെട്ടിക്കൊണ്ട് എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ. ഞാൻ ഇങ്ങനെ പറയട്ടെ, നിനക്കൊരു ഉത്സാഹമുണ്ടോ? പൗലോസും ബർന്നബാസിനെ കുറിച്ച് പഠിക്കണം. ഭയങ്കര ഉത്സാഹികളാണ്. ഹല്ലേലൂയ. പൗലോസ് നിന്ന മേഖലയിൽ ഭയങ്കര ഉത്സാഹിയായിരുന്നു. ബർന്നബാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബർന്നബാസിനെ കുറിച്ച് പറയുന്നത്, അപ്പോസ്തലന്മാർ ഒരു ദിവസം പറഞ്ഞു, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ നന്മകളെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചവനെ ബർന്നബാസ്. ഒരു സമയം പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ എനിക്ക് വേണ്ടി വേർതിരിക്കുവീനെന്ന്. ഞാൻ ഇങ്ങനെ പറയട്ടെ, നിന്റെ ഉത്സാഹം ആരും കണ്ടില്ലെങ്കിലും, നിനക്ക് കർത്താവിനെ കുറിച്ചുള്ള എരിവ് ആരും കണ്ടില്ലെങ്കിലും, ഞാൻ ഒന്ന് പറയാം, നിനക്ക് കർത്താവിനോട് ഒരു ഉത്സാഹമുണ്ടോ, നിനക്കൊരു എരിവുണ്ടോ, പരിശുദ്ധാത്മാവ് നിന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തിയെടുക്കുവാനിടയായി തീരും. ഞാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ കേട്ട ശബ്ദം ഇങ്ങനെ, ഞാൻ ചിലരെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെയുള്ള പദങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഞാൻ ചിലരെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഉത്സാഹം കണ്ട്, ഹല്ലേലൂയ, ഒന്നുമില്ലാത്ത സമയത്ത് നിന്റെ ഒരു ഉത്സാഹമുണ്ടല്ലോ, അത് മതി ദൈവത്തിന് ഈ കാലഘട്ടങ്ങളിൽ നിന്നെ ഉപയോഗിക്കുവാൻ. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഒരു സാധ്യതയുമില്ലാത്ത മേഖലകളിൽ നിന്ന് നിനക്ക് ഫോൺ കോളുകൾ വരാൻ പോകുകയാണ്. ദൈവം നിന്റെ ഉത്സാഹം കണ്ടിരിക്കുന്നു. ദൈവം നിന്നെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരുപാട് വിഷയങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം ഒത്തിരി മുമ്പോട്ട് പോയല്ലോ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് ഉപയോഗിക്കുമാറാകണമേ. എനിക്കറിയാം, ഒരു ഉണർവിന് വേണ്ടി ഈ പട്ടണങ്ങളും ദേശങ്ങളും രാജ്യങ്ങളും സജ്ജരായിരിക്കുന്നു. അങ്ങ് വിതച്ച ഈ മണ്ണിൽ ഹല്ലേലൂയ അനേകം പേരെ കൊയ്തെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒന്ന് ഉപയോഗിക്കുമാറാകണമേ. ഈ കൊയ്ത്തിന്റെ സീസണിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുവാനിടയായി തീരും? ഈ കൊയ്ത്തിന്റെ സീസണിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന് പലരും ഈ കൊയ്ത്തിന്റെ ഈ ഉണർവിന്റെ സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, മറ്റ് പല ശ്രദ്ധകളിലുമായിരിക്കുമ്പോൾ, അനേകർ കൊയ്ത്തിന്റെ അതേ സമയത്ത് തന്നെ ഉദാസീനരായിരിക്കുമ്പോൾ, അപ്പൊ ഞാൻ തയ്യാറാണ്, ഞാൻ സജ്ജനായിരിക്കുന്നു, ഈ ഉണർവിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, ഈ സീസണിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുവാനിടയായി തീരും?
എനിക്കറിയത്തില്ല, ഈ ദൂത് കേൾക്കേണ്ടവരെ ഇവിടെ ഇരിപ്പുള്ളായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഉണർവിൽ ദൈവത്തിന് നിന്നെ ആവശ്യമാ. ഈ ഉണർവിൽ പരിശുദ്ധാത്മാവിന് നിന്നെ ആവശ്യമാ. ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറുണ്ടോ? ഒന്ന് കാത്തിരിക്കുവാൻ തയ്യാറുണ്ടോ? പരിശുദ്ധാത്മാവേ, ഈ ഉണർവിൽ എന്നെ ഒന്ന് ഉപയോഗിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവേ, ഈ ഉണർവിൽ എന്നെ ഒന്ന് ഉപയോഗിക്കുമാറാകണമേ. കർത്താവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനോട് പറഞ്ഞ ആ ദൈവ ശബ്ദത്തെ ഞാൻ ഇവരുടെ മേൽ വിതയ്ക്കുകയാണ്. കർത്താവ്, ഇവരെ മാർക്ക് ചെയ്യുന്ന ദിവസങ്ങളാക്കി മാറ്റണമേ. ഒരു ഉണർവിന് വേണ്ടി ഇവരെ മാർക്ക് ചെയ്യുന്ന ദിവസങ്ങളാക്കി മാറ്റുമാറാകണമേ. അപ്പ യേശു മാൻഡിലിനെ ഇവരുടെ മേൽ കൈമാറുന്ന ഒരു ദിവസങ്ങളാക്കി കർത്താവ് ദിവസങ്ങൾ ഇവരെ മാറ്റുമാറാകണമേ. അപ്പ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ അതിലെ തെളിയിക്കുവാൻ, പ്രകടിപ്പിക്കുവാൻ ഇവരെ ഓരോരുത്തരെയും കർത്താവ് സജ്ജരാക്കിയാട്ടെ. പ്രാർത്ഥന കേൾക്കും സർവ്വം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.